നമസ്കാരം. ഞാനും ഷാജിയും വേറൊരു വിഷയം സംസാരിക്കുകയാണ്. നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് FCR ഫണ്ട് അല്ലെ? BJP ന്യൂനപക്ഷങ്ങൾ BJP ഗവൺമെന്റിനെതിരായി നിലപാടെടുക്കുന്നു. ഇലക്ഷൻ സമയത്ത് FCR ഫണ്ടുമായി വരേണ്ട ആവശ്യമുണ്ടോ? എന്താണ് FCR ഫണ്ട്? ഞാൻ പറയല്ലോ, നമ്മൾ സാമൂഹ്യ ജീവികളാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചുകാരെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒരു മനുഷ്യൻ, ഒരു പൗരനാകുന്നപ്പോഴേ അല്ലെ? തീർച്ചയായിട്ടും സിവിക് സെൻസ് നമുക്കുണ്ടാവണം. ഈ FCR ഫണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാര് ഭയങ്കര ബഹളമാണ്. FCR ഫണ്ട് അതിന് നിയമം ബാധകമാക്കുന്നു. മാടയാണ് കോടയാണ്. ഷാജി, ഞാൻ പറയുന്നു, ഈ നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരണം. അതെ, ഈ രാജ്യത്ത് വരുന്ന പണം ബാക്കി പറ. ഇന്ത്യക്ക് പുറത്തു നിന്ന് ഈ ഇന്ത്യയിലേക്ക് ഏത് ആവശ്യങ്ങൾക്ക് വരുന്ന പണവും സർക്കാർ പരിശോധിച്ച് അത് ഉറപ്പാക്കുന്നത് ഒരു നിയമം ഈ ഇന്ത്യയിൽ അത്യാവശ്യം തന്നെയാണ്. ഇവിടെ വരുന്ന പൈസയില് എത്ര പൈസ പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കിട്ടുന്നില്ല, 3 മാസം കുടിശ്ശിക പറയുമ്പോ ഈ വരുന്ന ഫണ്ട് എന്തിനാ ഉണ്ടാക്കുന്നത്? അപ്പൊ ഇതൊന്നും പാവങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സർക്കാർ, ഈ BJP സർക്കാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അത് ഞങ്ങളെ കുറെ വോട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ കുറച്ച് പേര് വോട്ട് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതിനെല്ലാം കുട പിടിച്ചു കൊടുക്കണം. ഇവര് പറഞ്ഞ ആര് കേൾക്കാനാ? ക്രിസ്ത്യാനികളുടെ ബിഷപ്പുമാര് പറഞ്ഞാൽ വിവരം പോലുള്ള ഒരു ക്രിസ്ത്യാനി കേൾക്കൂ. സഭയുടെ കാര്യമാണ് കേൾക്കാം. ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാ. എന്റെ ബിഷപ്പ് എന്നെ വിളിച്ചു പറയാം, നമുക്ക് ഇങ്ങനെ ബിഷപ്പ് എനിക്കിപ്പോ തൽക്കാലം സൗകര്യം ഇല്ലെന്ന് ഞാൻ പറയും. അല്ല സാറേ, അതിന്റെ കാര്യം സാധാരണ ഒരു സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഫണ്ട് കിട്ടുന്നില്ല. ആർക്കാ കിട്ടുന്നത്? ആർക്കാ കിട്ടുന്നത് ഒന്ന് പറയട്ടെ. കിട്ടിയവരാരെങ്കിലും ഇതിന്റെ അടിയിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ ഞാനിപ്പോ ചോദിക്കുന്നത്, എനിക്കറിയാവുന്ന കുറെ ഹോസ്പിറ്റലുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പാവപ്പെട്ട ഒരുത്തിന് ഒരു മരുന്ന് വെറുതെ കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ല. ചുമ്മാ തള്ള് വലിയ ഭേദവസ്തുവായിട്ട് നടന്ന് ഭയങ്കര തള്ള. ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കണം. ഭയങ്കര കൊടുപ്പാണ്. ഇന്നലെ തിരുമേനിക്ക് 8 കോടിയുടെ വണ്ടി. ഇതിനകത്ത് ഇവര് ഫണ്ട് വരുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കണക്ക് വേണമെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ FCR ഫണ്ട് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്തു നിന്നും എന്താണ്, വിദേശ രാജ്യത്ത് ഉള്ളവർ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന പണം ഇവിടെ ഉപയോഗിക്കും. ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോ ആ പണം കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു. അത് വിധ്വംസക പ്രവർത്തനങ്ങൾക്കല്ല, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, എതിരായ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒരു രാജ്യത്തിന് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഓരോ പൗരനും കടപ്പാടുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയാ. ഇവര് കുറെ തൊഴിൽവർത്താനം, രാഷ്ട്രീയം നോക്കരുത്, രാജ്യത്തിന്റെ രക്ഷയാണ് നോക്കേണ്ടത്. രാജ്യത്ത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരുന്ന ഒരു കാര്യത്തിനല്ല ഇതില്. ഈ ഒരു ഗുണവും ഇല്ല. ഇത് ഏതാനും പേര് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് ബാക്കിയുള്ളവരെ ചതിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നുള്ളിടത്താണ് ഈ നിയമത്തിന്റെ പ്രസക്തി ഇരിക്കുന്നത്. അതോടൊപ്പം ഷാജി, ഞാൻ കൈയടിക്കാം. FCR നിയമത്തിൽ പറയുന്നതാണ്, നേരത്തെ എങ്ങനെയാണെന്നറിയോ? സപ്പോസ് 100 കോടി രൂപ വന്നെന്നിരിക്കട്ടെ, ചാരിറ്റിക്ക് വേണ്ടി ഒരു സഭയ്ക്ക് കിട്ടി. ഇവിടെ അതിൽ 50 കോടിയുടെ കണക്ക് കാണിച്ചാൽ മതി. 50 കോടി എന്തും ചെയ്യാം. അതായത് ഇവർക്ക് കൊണ്ട് പുട്ടടിക്കാം. അത് പറ്റില്ല. ഇപ്പോൾ പറഞ്ഞെന്താണ്, 80% കണക്ക് കൊടുക്കണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. 20% ഇപ്പോഴും 20% കൊടുത്തു. അല്ല, 20% കൊടുക്കരുത്. എന്തിനാ കൊടുക്കണേ? വിദേശ രാജ്യത്തെ വലിയ കാശുള്ളവര്, സമ്പന്നര്, വലിയ ബിസിനസ്സുകാര്, അവരവിടുത്തെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചാരിറ്റിയിലേക്ക് ഒരു ഫണ്ട് കൊടുക്കും. ആ ഫണ്ടാണ് ഇവിടെ വരുന്നത്. ആ ഫണ്ട് ഇവിടെ വരുമ്പോൾ അത് എന്തിനു വേണ്ടി ചെലവാക്കപ്പെട്ടു എന്ന് അറിയാൻ കേന്ദ്ര ഗവൺമെന്റ്, ഈ രാജ്യത്ത് ഒരു ബോഡി ഇവരെ ചോദിക്കാനും പറയാം. അത് BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. ഇത് രാഷ്ട്രീയം നോക്കരുത്. നമ്മുടെ രാജ്യത്തെ സുരക്ഷ. രണ്ടാമത്തെ കാര്യം, ഇവരെന്തിനാണ് വ്യവരാജപ്പെടുന്നത്? ഇവരുടെ മടിയിൽ കനവ് ഇവരെന്തിന് വേവലാതി? ഞങ്ങൾ ചെയ്യുന്ന സത്യസന്ധമായ ആണ് ഈ വരുന്ന കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്തിനാണ് ഈ പറഞ്ഞ കെറുവായി നടക്കുന്നത്? പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താ? ഇവർ വിനിയോഗിക്കുന്ന ഫണ്ട് ശരിയായിട്ടല്ല എന്നുള്ളതല്ലേ അതിന്റെ അടിസ്ഥാനം. നമ്മുടെ ഈ നാട്ടിലൊക്കെ പണ്ടൊരു ചൊല്ലുണ്ടേ, അതായത് ഒരു വീട്ടുജോലിക്ക് എന്ന ഒരുത്തം പറഞ്ഞ്, എനിക്ക് ശമ്പളം തരണ്ട, ഞാൻ ജോലിയൊക്കെ കിടക്കാം, പക്ഷെ കടയിൽ പോക്ക് എനിക്ക് തന്നേച്ചാൽ മതി. അതെ, കടയിൽ പോകുന്നു, ശമ്പളം വേണ്ട, അത് ഞാൻ ഒപ്പിച്ചോളാം എന്ന് പറഞ്ഞാലെയാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. അതുപോലെ തന്നെ പല ബാങ്കുകളിൽ അക്കൗണ്ട് ആയിരുന്നു. ഇപ്പൊ FCR നിയമം വരുന്ന വഴി എന്തായി, ഒറ്റ ബാങ്കിൽ മാത്രമേ അവർക്ക് അക്കൗണ്ട് പാടുള്ളൂ. അപ്പൊ അത് നിരീക്ഷിക്കാൻ പറ്റും, സെൻട്രൽ സിസ്റ്റം മോണിറ്റർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്താണ്, പണ്ട് ഇവര് ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, ഒരു കൂട്ടർക്ക് പൈസ കിട്ടുമ്പോൾ
അത് നീ വക മാറ്റി ചെലവാക്കുമായിരുന്നു. അതായത് ഒരു അനാദായത്തിന് കിട്ടിയ പൈസ ഈ അനാദായത്തിന്റെ മറവിൽ വാങ്ങിയിട്ട് ഇവരെന്ത് ചെയ്യും, വേറെ കാര്യത്തിന് ഉപയോഗിക്കുമായിരുന്നു. അത് പറ്റില്ല. വക മാറ്റി ചെലവാക്കാൻ പുതിയ നിയമപ്രകാരം പറ്റത്തില്ല. മാത്രമല്ല ഇവിടെ പല ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ബന്ധുക്കോസ് ഗ്രൂപ്പുകളും എന്നൊക്കെ പറഞ്ഞ് നടിക്കുന്ന പല പാസ്റ്റർമാരും ഇതിന്റെ മറവിൽ വിദേശത്തുനിന്ന് പണം കൊണ്ടുവന്നിട്ട് അവരുടെ സ്വകാര്യ ജീവിതങ്ങൾ ദൂർത്തടിച്ച് അവര് ജീവിക്കുകയും എന്ത് സംഘടനകളുണ്ടെന്നേ ഉണ്ട്. ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തിനാ ചാരിറ്റി എന്ന് പറഞ്ഞ കാണിച്ചല്ലേ അവർ മേടിക്കുന്നത്? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളായാലും ആരായാലും അവരോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വിദേശ ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ പാവങ്ങളെയും ഉദ്ധരിക്കാനും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ, വോളണ്ടറി വർക്ക് ആണല്ലോ, സമ്മതിച്ചല്ലോ. എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി തന്നെ വിനിയോഗിക്കപ്പെടുന്ന ആ ഒരു ഫണ്ടിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ആവലാതിപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെന്റ് എന്ത് നിയമം കൊണ്ടതാണ്? എന്താ നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്തോ ഒളിക്കാനുണ്ട്? ഈ കയ്യിൽ അങ്ങോട്ട് വെച്ചത് ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികളെ നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റും. ഇപ്പോഴത്തെ വിശ്വാസിയൊന്നും അങ്ങനെ പറഞ്ഞാൽ തീരെ പറ്റിയല്ല. നമ്മളൊക്കെ വിശ്വാസികളാണ്, പക്ഷെ അന്ധവിശ്വാസികളല്ല. അതുകൊണ്ട് ബിഷപ്പിന്റെ കാര്യം നോക്കിയാൽ മതി, സഭയുടെ കാര്യം നോക്കൂ അല്ലേ? സഭയുടെ കാര്യമൊക്കെ നോക്കുക. നിങ്ങൾ ഈ കോടാനുകോടി ഫണ്ട് വാങ്ങിയിട്ട് അതിനകത്ത് നിയന്ത്രണം വേണമെന്ന്, ആ ഫണ്ടിൽ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞില്ല. ഈ ഫണ്ട് ഉപയോഗിക്കപ്പെടുന്നത് ശരിയായിട്ടാണോ എന്ന് അറിയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് FCRA നിയമം കൊണ്ടുവരുമ്പോ ആസ് എ പൗരൻ, ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. സാറേ, അതിനകത്ത് ഒരു രാഷ്ട്രീയം നോക്കി രണ്ട് രാഷ്ട്രീയ പാർട്ടികള് ഇതിനെ ചെറുതായിട്ട് കുത്തി ഇളക്കി വിടുന്നു, വോട്ട് കിട്ടാൻ വേണ്ടി. അതും രാജ്യരക്ഷ നോക്കിയാണെങ്കിൽ ഇവര് ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ വോട്ട് കിട്ടാൻ എന്ത് ചെയ്യും? വോട്ട് കിട്ടാനല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അപകടം. അപ്പൊ അവരുടെ ലക്ഷ്യം രാജ്യത്തിന്റെ നന്മയല്ല, ഭരിക്കാൻ കയറിയിട്ടും രാജ്യത്തിന്റെ നന്മയ്ക്കല്ല അവരിക്കുന്നത്. എങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തിനു സപ്പോർട്ട് ചെയ്യാം? അത് പാടില്ല. രാജ്യസുരക്ഷയും രാജ്യ നന്മയും പൊതു സമൂഹത്തിന് നാളുകളിൽ പൊതുസമൂഹത്തിന്റെ നന്മകളെയും നാളെ ഭാവി രാജ്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തെ കണ്ടുകൊണ്ട് മാത്രമേ നമ്മൾ നിൽക്കാവുള്ളൂ. 10 വോട്ട് തൽക്കാലം കിട്ടുമെന്നതിന്റെ പേരില് ഇതിനൊന്നും കൈയടിച്ചു കൊടുക്കുന്നത് ശരിയല്ല, അത് ശാശ്വതമല്ല. നമ്മുടെ മക്കളുടെ തലമുറ ഇവിടെ ജീവിക്കേണ്ടതാണ്. നമ്മളിപ്പോ കടന്നു പോകും. ഇത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് FCR ഫണ്ട് ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. BJP ചെയ്യുന്ന അത് പാസ്സാക്കണം. ഇതിനു വേണ്ടി ഹാലിളകുന്ന, ഇതിനു വേണ്ടി എല്ലാ മതമേധനുഷ്യന്മാരും ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഇവർക്ക് എന്തോ ഒളിക്കാനുണ്ട്, ഇവരുടെ കീശയിലോട്ട് കുറെ പോകാനാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കണക്കായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണം. അതിനെല്ലാ വിശ്വാസികളും, ബോധവും വിവരമുള്ള വിശ്വാസികൾ കേന്ദ്ര ഗവൺമെന്റ് കൂടെയാണ്. ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ്. അതുകൊണ്ട് FCR ബില്ല് എത്രയും വേഗം പാസ്സാക്കണം എന്നുള്ളതാണ് നടപ്പാക്കണം. താങ്ക് യു സോ മച്ച്.